നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ നിർണായകവും അതുപോലെ കൗതുകകരവുമായ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമായിരിക്കുകയാണ്. സുരക്ഷാ സജ്ജീകരണങ്ങളുടെയും പൈലറ്റ്മാരുടെ പരിശീലനത്തിൻ്റെയും ഭാഗമായി യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സന്നാഹങ്ങൾ വിപുലീകരിക്കുന്നതിനായി അമേരിക്കൻ കമ്പനിയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഭീമൻ ടാങ്കർ വിമാനം ഇന്ത്യൻ ആകാശത്ത് പറന്നു തുടങ്ങി. ഇതോടെ ആകാശമധ്യേയുള്ള ഇന്ധന കൈമാറ്റ പരിശീലനങ്ങളിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആഗോളതലത്തിൽ പ്രതിരോധ രംഗത്ത് ഏറെ പ്രശസ്തമായ ബോയിങ് കമ്പനിയുടെ KC-135 സ്ട്രാറ്റോ ട്രാങ്കർ എന്ന വിമാനമാണ് വ്യോമസേനയുടെ പ്രത്യേക പരീക്ഷണ പറക്കലുകൾക്കായി ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. പ്രമുഖ സ്വകാര്യ വ്യോമസേവന കമ്പനിയായ മെട്രയിൽ നിന്നാണ് ഈ പ്രത്യേക വിമാനം ഇന്ത്യ ലഭ്യമാക്കിയിരിക്കുന്നത്. വിമാനത്തോടൊപ്പം അതിൻ്റെ പൈലറ്റ്മാരും സാങ്കേതിക വിദഗ്ധരുമടങ്ങുന്ന പൂർണ്ണമായ കരാർ വ്യവസ്ഥയിലാണ് ഇത് ഇന്ത്യയിൽ എത്തിച്ചിട്ടുള്ളത്. നിലവിൽ ഉത്തർപ്രദേശിലെ ആഗ്ര വ്യോമസേനാ താവളം കേന്ദ്രീകരിച്ചാണ് ഈ വിമാനം ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വ്യോമസേനയുടെ പക്കലുള്ള പഴക്കമേറിയ റഷ്യൻ നിർമ്മിത ഇല്യൂഷൻ 78 MKI ടാങ്കർ വിമാനങ്ങൾക്ക് ഈ പുതിയ അതിഥിയുടെ വരവ് വലിയൊരു ആശ്വാസമാകും. ഇല്യൂഷൻ ടാങ്കർ വിമാനങ്ങൾ പഴക്കമേറിയതും അറ്റകുറ്റപ്പണികൾക്കായി അടിക്കടി മാറ്റേണ്ടി വരുന്നതുമായ സാഹചര്യത്തിൽ പുതിയ നീക്കം വലിയൊരു ആശ്വാസമാകും. ഏറ്റവും ഒടുവിലത്തെ ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റകൾ പ്രകാരം N604MA എന്ന രജിസ്ട്രേഷനിലുള്ളതും റൂബിൻ എന്ന കോൾസൈനിൽ സർവീസ് നടത്തുന്നതുമായ ഈ വിമാനം ആഗ്രയിൽ നിന്ന് പറക്കലുകൾ നടത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ആഗ്രയിലെ താവളത്തിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിമാനം വിജയകരമായി പരിശീലന പറക്കലുകൾ നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഈ തന്ത്രപ്രധാന ദൗത്യത്തിനെ എത്തിച്ചിട്ടുള്ള ബോയിങ് പ്ലാറ്റ്ഫോം വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ളതാണെങ്കിലും ഇന്നും ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമതയേറിയ ഇന്ധന നിറയ്ക്കൽ സംവിധാനങ്ങളിലൊന്നാണ്. ആഗോളതലത്തിൽ പല വികസിത രാജ്യങ്ങളുടെയും വ്യോമസേനകൾ ഇപ്പോഴും ഈ മോഡൽ വിമാനങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൈലറ്റ്മാർക്ക് ഇതിലൂടെ ലഭിക്കുന്ന പരിശീലനം അന്താരാഷ്ട്ര നിലവാരമുള്ളതായിരിക്കും. 4 കരുത്തുറ്റ എഞ്ചിനുകളുടെ കരുത്തുള്ള ഈ വിമാനത്തിന് ഒരേ സമയം ഭീമമായ അളവിൽ ഇന്ധനം വഹിക്കാനും മറ്റ് വിമാനങ്ങളിലേക്ക് അതിവേഗം പകരാനും സാധിക്കും. ഇന്ധന കൈമാറ്റത്തിന് പുറമെ വലിയ അളവിൽ ചരക്കുകൾ കടത്താനുള്ള തന്ത്രപ്രധാന ശേഷിയും ഇതിനുണ്ട്. ഇതിനു പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ വലിയ തോതിൽ സൈനികരെയും യുദ്ധസാമഗ്രികളെയും എത്തിക്കാനുള്ള ചരക്ക് വിമാനമായും ഇത് ഉപയോഗിക്കാം. വിവിധ തരത്തിലുള്ള യുദ്ധവിമാനങ്ങളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടാനുള്ള ഇതിൻ്റെ ശേഷിയാണ് ആഗോളതലത്തിൽ ഇതിനെ പ്രിയങ്കരമാക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന ദീർഘകാലമായി നേരിട്ടുകൊണ്ടിരുന്ന വലിയൊരു പ്രതിസന്ധിക്ക് കൂടിയാണ് ഈ വാടക കരാറിലൂടെ താൽക്കാലികമായി പരിഹാരമാകുന്നത്. നിലവിൽ 6 ഇല്യൂഷൻ ടാങ്കർ വിമാനങ്ങൾ മാത്രമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുള്ളത്. എന്നാൽ അവയുടെ സാങ്കേതിക തകരാറുകളും തുടർച്ചയായ അറ്റകുറ്റപ്പണികളും കാരണം പലപ്പോഴും പൈലറ്റ്മാരുടെ പരിശീലന ആവശ്യങ്ങൾക്കായി ആവശ്യത്തിന് വിമാനങ്ങൾ ലഭ്യമാകാറില്ലായിരുന്നു. സമീപകാലത്തായി ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം ദീർഘദൂര ദൗത്യങ്ങളിൽ ഏർപ്പെടാനുള്ള വ്യോമസേനയുടെ ആവശ്യകതയും വർദ്ധിച്ചു. ഈ സാഹചര്യത്തിൽ യുദ്ധവിമാനങ്ങളിലെ പൈലറ്റ്മാർക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിൽ തടസ്സമില്ലാത്ത പരിശീലനം നൽകേണ്ടത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായി മാറിയിരുന്നു. വലിയ തുക മുടക്കി പുതിയ വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകാതെ തന്നെ അടിയന്തരമായി ഈ ക്ഷാമം പരിഹരിക്കാൻ വാടക മാതൃക വ്യോമസേനയെ സഹായിക്കും. ഇതിലൂടെ നിലവിലുള്ള ഇല്യൂഷൻ വിമാനങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കാനും അവയുടെ ആയുസ് വർദ്ധിപ്പിക്കാനും സാധിക്കും. കുറഞ്ഞ ചെലവിൽ പരമാവധി കാര്യക്ഷമത ഉറപ്പാക്കുക എന്ന തന്ത്രമാണ് ഇതിലൂടെ രാജ്യം നടപ്പാക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ മുൻനിര യുദ്ധവിമാനങ്ങളായ സുഖോയ്, റഫാൽ, മിറാഷ് തുടങ്ങിയവ പറത്തുന്ന പൈലറ്റ്മാർക്ക് ഈ സംവിധാനം വലിയൊരു അനുഗ്രഹമാണ്. കാരണം ശത്രുക്കളുടെ റഡാർ കണ്ണിൽ പെടാതെ ദീർഘനേരം ആകാശത്ത് തുടരേണ്ടി വരുന്ന പൈലറ്റ്മാർക്ക് കൃത്യമായ ഇടവേളകളിൽ ഇന്ധനം നിറയ്ക്കാനുള്ള പരിശീലനം ഇതിലൂടെ കൂടുതൽ തവണ പരിശീലിക്കാൻ സാധിക്കും. യുദ്ധവിമാനങ്ങളുടെ ആക്രമണ പരിധി വർദ്ധിപ്പിക്കുന്നതിനും ദൗത്യത്തിലെ വഴക്കത്തിനും ആകാശത്ത് കൂടുതൽ സമയം നിലയുറപ്പിക്കുന്നതിനും ഈ ഒരു നൈപുണ്യം നിർണായകമാണ്. സ്വന്തമായി പുതിയ ടാങ്കർ വിമാനങ്ങൾ വാങ്ങാനുള്ള വ്യോമസേനയുടെ മുൻകാല ശ്രമങ്ങൾ സാങ്കേതിക കാരണങ്ങളാൽ വൈകിയിരുന്നു. ഇത് രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധ ശേഷിയെ ബാധിക്കാതിരിക്കാനാണ് താൽക്കാലികമായി സ്വകാര്യ കമ്പനികളുടെ സേവനം തേടിയത്. ഭാവിയിൽ സ്വന്തമായി പുതിയ വിമാനങ്ങൾ വാങ്ങുന്നതുവരെ ഈ വാടക വിമാനം ഒരു പകരക്കാരനായി പ്രവർത്തിക്കും. സൈനിക ആവശ്യങ്ങൾക്കായി സ്വകാര്യ കമ്പനികളുടെ ഇന്ധന വിമാനങ്ങൾ വാടകയ്ക്കെടുക്കുന്ന രീതി ആഗോളതലത്തിൽ ഇപ്പോൾ വളരെ ജനപ്രിയമാണ്. മുൻപ് അമേരിക്കൻ സൈന്യവും മറ്റും ഉപയോഗിച്ചിരുന്ന വിമാനങ്ങൾ നവീകരിച്ചാണ് മെട്രി പോലുള്ള കമ്പനികൾ സേവനം നൽകുന്നത്. ഇത് വൻകിട രാജ്യങ്ങൾക്ക് തങ്ങളുടെ സ്വന്തം വിമാനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും പണം ലാഭിക്കാനും സഹായിക്കുന്നു. ചുരുക്കത്തിൽ ഇന്ത്യൻ ആകാശത്ത് റോബിൻ എന്ന വിമാനം നടത്തുന്ന പറക്കലുകൾ വെറും ഒരു പരിശീലനം മാത്രമല്ല, മറിച്ച് മാറുന്ന ആഗോള സൈനിക തന്ത്രങ്ങളുമായി ഇന്ത്യ പൊരുത്തപ്പെടുന്നതിൻ്റെ തെളിവ് കൂടിയാണ്. വാണിജ്യ പങ്കാളിത്തങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ രാജ്യം സദാ സജ്ജമാണെന്ന ശക്തമായ സന്ദേശവും കൂടിയാണ് വ്യോമസേന ഇതിലൂടെ നൽകുന്നത്.